സ്വാഗതം ടോപ് 10ലേക്ക്. തീർത്ഥാടന കാലം ഓരോ ഭക്തനും ഉണർവേകുമ്പോൾ ശബരിമലയിലെ കൊള്ളയുടെ പുതിയ വിവരങ്ങളും അത് കണ്ടെത്താനുള്ള പരിശോധനകളുമൊക്കെ വാർത്തകളിൽ നിറയുകയാണ്. അത് ഭക്തർക്കുണ്ടാക്കുന്ന മനോവേദന ചെറുതല്ല. തിരിമറികൾ മേൽത്തട്ടിൽ നിന്ന് തുടങ്ങി താഴെത്തട്ടിൽ വരെ എത്തി നിൽക്കുന്നു. മണ്ഡല മകരവിളക്ക് കാലയളവിൽ സ്ഥിര താൽക്കാലിക ജീവനക്കാർ ശമ്പളത്തേക്കാൾ കൂടുതൽ വീട്ടിലേക്ക് അയച്ചുവെന്നാണ് ഹൈക്കോടതി കണ്ടെത്തിയിരിക്കുന്നത്. ഗുരുതര സ്വഭാവത്തിലുള്ള സാമ്പത്തിക ക്രയവിക്രയങ്ങൾ എന്നാണ് സ്പെഷ്യൽ കമ്മീഷണറുടെ റിപ്പോർട്ട്. കയ്യിൽ കിട്ടിയതിനേക്കാൾ വലുതാണ് മാളത്തിലെന്ന അവസ്ഥയിലാണ് ഇപ്പോൾ SIT. സ്വർണ്ണക്കൊള്ള അന്വേഷിച്ചെന്നപ്പോൾ കണ്ടത് തീരാത്ത കൊള്ളയുടെ പുതിയ മുഖങ്ങൾ. ഇന്നത്തെ വാർത്തകൾ സമഗ്രമായി നോക്കാം. 10 പ്രധാന വാർത്തകൾ നോക്കിയ ശേഷം ആഗോള അയ്യപ്പ സംഗമത്തിന്റെ നടത്തിപ്പിൽ ഗുരുതര ക്രമക്കേട്. ശബരിമല സ്പെഷ്യൽ കമ്മീഷണർ ഹൈക്കോടതിയിൽ നൽകിയ റിപ്പോർട്ട് പുറത്ത്. അയ്യപ്പ സംഗമം നടന്നത് കോടതി ഉത്തരവ് ലംഘിച്ചെന്നും സാമ്പത്തിക സുതാര്യതയില്ലെന്നും റിപ്പോർട്ടിൽ. ഇവന്റ് മാനേജ്മെന്റ് കമ്പനിക്ക് പന്തൽ നിർമ്മാണം അടക്കം നൽകിയത് ടെൻഡർ ഇല്ലാതെ. പ്രതികരിക്കാതെ ദേവസ്വം മന്ത്രി VN വാസവൻ. ശബരിമലയിൽ വീണ്ടും അന്വേഷണം. കഴിഞ്ഞ മണ്ഡല മകരവിളക്ക് കാലത്ത് ജീവനക്കാരുടെ പണമിടപാടുകൾ പരിശോധിക്കാൻ ഹൈക്കോടതി നിർദ്ദേശം. പോസ്റ്റ് ഓഫീസ് വഴി മാത്രം നടന്നത് 14 ലക്ഷത്തിന്റെ ഇടപാടുകൾ. 3 ആഴ്ചയ്ക്കകം റിപ്പോർട്ട് നൽകണം. സന്നിധാനത്ത് വീണ്ടും SIT പരിശോധന. ശ്രീകോവിലിന് ചുറ്റുമുള്ള സ്വർണ്ണപ്പാളികളുടെ സാമ്പിൾ ശേഖരിക്കുന്നു. കട്ടളപ്പാളി കേസിൽ തിരുവാഭരണ മുൻ കമ്മീഷണർ ബൈജുവിന് സ്വാഭാവിക ജാമ്യം. ദ്വാരപാലക കേസിൽ റിമാൻഡിൽ തുടരും. ഫ്രാൻസിൽ നിന്ന് 114 റഫാൽ യുദ്ധവിമാനങ്ങൾ വാങ്ങാനുള്ള കരാർ അംഗീകരിച്ച് ഇന്ത്യ. ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രതിരോധ കരാറിന് അനുമതി നൽകിയത് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ഡിഫൻസ് അക്വിസിഷൻ കൗൺസിൽ. നാവികസേനയ്ക്കായി 6 ദീർഘദൂര നിരീക്ഷണ വിമാനം കൂടി വാങ്ങും. കേന്ദ്രത്തിന്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെ സംയുക്ത ട്രേഡ് യൂണിയൻ ആഹ്വാനം ചെയ്ത പണിമുടക്ക് കേരളത്തിൽ പൂർണ്ണം. പൊതുഗതാഗതം സ്തംഭിച്ചു. പണിമുടക്ക് ബാധിക്കാതെ മറ്റ് സംസ്ഥാനങ്ങൾ. പാർലമെന്റിന് മുന്നിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷ MPമാർ. കേരള സർവകലാശാല VCക്ക് തിരിച്ചടി. സർവകലാശാല യൂണിയൻ കാലാവധി പൂർത്തിയാക്കുന്നതുവരെ തുടരാമെന്ന ഹൈക്കോടതി ഉത്തരവ്. സർവകലാശാല ഫണ്ട് അനുവദിച്ച 2 പരിപാടികൾ നടത്താനും അനുമതി. VC മോഹനൻ കുന്നുമലിന്റെ വസതിയിലേക്ക് മാർച്ച് നടത്തി SFI. രാഹുൽ ഗാന്ധിയെ അയോഗ്യനാക്കണമെന്നാവശ്യപ്പെട്ട് ലോക്സഭയിൽ നോട്ടീസ് നൽകി BJP MP നിഷികാന്ത് ദുബെ. ഭീഷണി വില പോകില്ല എന്ന് പ്രിയങ്ക. കരസേനാ മുൻ മേധാവിയുടെ പുസ്തകം ചോർന്നതിൽ പെൻഗ്വിൻ ബുക്സ് അധികൃതരെ ചോദ്യം ചെയ്തു. ബംഗ്ലാദേശിൽ പൊതു തെരഞ്ഞെടുപ്പിന്റെ ആദ്യ ഫലസൂചന ഉടൻ. പ്രധാന പോരാട്ടം ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടിയും ജമാഅത്തെ ഇസ്ലാമി സഖ്യവും തമ്മിൽ. ഉത്തര കൊറിയൻ നേതാവ് കിം ജോങ് ഉന്നിന്റെ പിൻഗാമിയായി മകൾ കിം ജു എയെ തീരുമാനിച്ചുവെന്ന റിപ്പോർട്ട്. T20 ലോകകപ്പിൽ ഇന്ത്യക്കെതിരെ നമീബിയയ്ക്ക് 210 റൺസ് വിജയലക്ഷ്യം. ഇഷാൻ കിഷനും ഹാർദിക് പാണ്ഡ്യയ്ക്കും അർദ്ധ സെഞ്ചുറി. നമീബിയ 6ന് 100 റൺസ് എന്ന നിലയിൽ. ഒന്നാം ബലാത്സംഗ കേസിലും രാഹുൽ മാങ്കൂട്ടത്തിലിന് മുൻകൂർ ജാമ്യം. ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടത് ഉഭയകക്ഷി സമ്മതപ്രകാരമെന്ന നിരീക്ഷണം. ജാമ്യം അനുവദിച്ചത് മൊബൈലും പാസ്പോർട്ടും കൈമാറണമെന്ന കർശന ഉപാധികളോടെ. സ്റ്റോറി ഓഫ് ദി ഡേ. അറിഞ്ഞതെല്ലാം മനഃപാഠമാക്കി മെഹൻ തന്നെ. ശബരിമല സ്പെഷ്യൽ കമ്മീഷണർ ഹൈക്കോടതിയിൽ നൽകിയ റിപ്പോർട്ട് പുറത്തു വന്നതോടെ ആഗോള അയ്യപ്പ സംഗമത്തിലെ കണക്കുകളിലെ തിരിമറിയിൽ കൂടുതൽ വ്യക്തത വരികയാണ്. ഇവന്റ് മാനേജ്മെന്റ് കമ്പനിക്ക് പന്തൽ നിർമ്മാണം നൽകിയത് ടെൻഡർ ഇല്ലാതെ. ഭക്ഷണത്തിന്റെ കണക്കിലടക്കം ക്രമക്കേട്. അങ്ങനെ ആകെ മൊത്തം സാമ്പത്തിക സുതാര്യതയില്ല എന്ന് റിപ്പോർട്ട് അടിവരയിടുന്നുണ്ട്. റിപ്പോർട്ട് പുറത്തു വന്നതോടെ മന്ത്രിയും സർക്കാരും പറഞ്ഞതൊക്കെ പൊളിയുകയാണ്.
2025 സെപ്റ്റംബർ 20 പമ്പ ത്രിവേണിയിൽ നടന്ന ആഗോള അയ്യപ്പ സംഗമത്തിന്റെ വരവ് ചെലവ് കണക്കിൽ വലിയ അപാകതകളുള്ളതായാണ് സ്പെഷ്യൽ കമ്മീഷണർ കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നത്. മത്സര ടെൻഡറുകൾ പോലും വിളിക്കാതെ ഊരാളുങ്കൽ സൊസൈറ്റിയുടെ അനുബന്ധ സ്ഥാപനമായ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് കൺസ്ട്രക്ഷൻസിന് നിർമ്മാണ കരാറുകൾ നൽകി. ഒപ്പം 10% അഡ്മിനിസ്ട്രേറ്റീവ് ഫെസിലിറ്റേഷൻ ചാർജും അനുവദിച്ചു. ഇത് ഏകപക്ഷീയവും അമിതവുമെന്ന് ഓഡിറ്റ് റിപ്പോർട്ടിൽ പറയുന്നു. കണക്കുകളിൽ GST ബില്ലുകൾ അടക്കമില്ലാത്തത് ദേവസ്വം ബോർഡിന് വലിയ നഷ്ടമുണ്ടാക്കുമെന്നും ഉപകരാർ നൽകിയതിൽ കൃത്യമായ കണക്കില്ലെന്നും റിപ്പോർട്ടിലുണ്ട്. ഉപകരാറുകളൊന്നും ഓഡിറ്റിങ്ങിന് ഹാജരാക്കിയിട്ടില്ല. ബില്ലുകളൊന്നും ശരിയല്ലെന്നും ഓഡിറ്റർക്ക് കൃത്യമായ കണക്ക് തിട്ടപ്പെടുത്താനായിട്ടില്ലെന്നും ചൂണ്ടിക്കാട്ടുന്നു. പരിപാടിയിൽ 2 ലക്ഷത്തിനുള്ള കലാപരിപാടികൾ തീരുമാനിച്ചതെങ്കിലും 8 ലക്ഷമാണ് ചെലവാക്കിയതെന്നും 2 കോടിയുടെ സ്പോൺസർഷിപ്പ് വരുമാനം അവ്യക്തമാണെന്നും റിപ്പോർട്ടിലുണ്ട്. അയ്യപ്പ സംഗമം നടത്തിപ്പിൽ ഊരാളുങ്കലിന് മാത്രം 4.04 കോടിയാണ് നൽകാനുള്ളത്. ക്ഷണിക്കപ്പെട്ട അതിഥികൾക്ക് കുമരകത്തും മൂന്നാറും അടക്കമുള്ള ബാർ ഹോട്ടലുകളിൽ താമസമൊരുക്കിയ വകയിലും പണം നൽകാനുണ്ട്. സ്പെഷ്യൽ കമ്മീഷണറുടെ റിപ്പോർട്ടിൽ അനുബന്ധമായി നൽകിയ ഓഡിറ്റ് റിപ്പോർട്ടിലാണ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കുന്നത്. അമൃത ന്യൂസ്, പത്തനംതിട്ട. വെട്ടതോടെ ആഗോള അയ്യപ്പ സംഗമത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടി പറയാതെ ദേവസ്വം മന്ത്രി VN വാസവൻ ഇന്ന് ഒഴിഞ്ഞുമാറി. ദേവസ്വം ബോർഡ് കോടതിയിൽ വിശദീകരണം നൽകിയിട്ടുണ്ടെന്നും അതിനാൽ താൻ വിശദീകരിക്കേണ്ട കാര്യമില്ല എന്നുമാണ് മന്ത്രിയുടെ പക്ഷം. അല്ല, അത് അവരിന്നലെ വിശദീകരണം കൊടുത്തിട്ടുണ്ട്. കൊടുക്കുന്ന വിശദീകരണം ഞാൻ വിശദീകരിക്കേണ്ട കാര്യം. ഓക്കെ. എന്തായാലും സർക്കാരിനെ അടിക്കാൻ കിട്ടിയ പുതിയ വടിയെടുത്ത് പ്രതിപക്ഷം ആഞ്ഞടിക്കുകയാണ്. ആഗോള അയ്യപ്പ സംഗമത്തിന് പിന്നിൽ വൻ അഴിമതി എന്നാണ് രമേശ് ചെന്നിത്തലയുടെ പ്രതികരണം. എത്ര ആളുകൾ ഭക്ഷണം കഴിച്ചു എന്നതിന് പോലും കണക്കില്ലെന്നും വിശദമായ അന്വേഷണം വേണമെന്നും ചെന്നിത്തല ആവശ്യപ്പെട്ടു. ആഗോള അയ്യപ്പ സംഗമം ഒരു വൻ അഴിമതിയാണ് എന്ന് തെളിഞ്ഞിരിക്കുന്നു. ഈ ആഗോള അയ്യപ്പ സംഗമം നടത്താൻ 7 കോടി രൂപ ചെലവഴിച്ചിരിക്കുന്നു. ശബരിമലയിലെ കൊള്ളകൾ മേൽത്തട്ടിൽ നിന്ന് തുടങ്ങി താഴെത്തട്ടിൽ വരെ എത്തി നിൽക്കുകയാണ്. ജീവനക്കാരുടെ പണമിടപാടിൽ സംശയം ഉന്നയിച്ച കോടതിക്ക് ഇന്ന് സ്പെഷ്യൽ കമ്മീഷണർ റിപ്പോർട്ട് കിട്ടിയതോടെ കാര്യങ്ങൾ ക്ലിയറായി. മണ്ഡല മകരവിളക്ക് കാലത്ത് ലക്ഷക്കണക്കിന് രൂപയുടെ ക്രമക്കേടാണ് കണ്ടെത്തിയത്. സ്ഥിര താൽക്കാലിക ജീവനക്കാർ ശമ്പളത്തേക്കാൾ കൂടുതൽ തുക കുടുംബത്തിലേക്ക് അയച്ചിട്ടുണ്ട്. ആ സമയത്ത് ജോലി ചെയ്തിരുന്ന മുഴുവൻ ജീവനക്കാരുടെയും വിവരങ്ങൾ ശേഖരിക്കണമെന്നാണ് ഹൈക്കോടതി ഉത്തരവ്. ശബരിമലയിലെ താൽക്കാലിക ജീവനക്കാരുടെ നിയമനവും അവരുടെ പ്രവൃത്തിയും സംശയാസ്പദമാണ് എന്ന് വിലയിരുത്തിയാണ് വിശദമായ അന്വേഷണത്തിന് ഹൈക്കോടതി നിർദ്ദേശം നൽകിയത്. താൽക്കാലിക ജീവനക്കാർ ഏത് മാനദണ്ഡത്തിൽ നിയമിക്കപ്പെടുന്നു എന്ന് വിജിലൻസ് ഡയറക്ടർ അന്വേഷിക്കണം. ഇവരുടെ സാമ്പത്തിക സ്രോതസ്സും ഇവർ വീട്ടിലേക്കും സുഹൃത്തുക്കൾക്കും അയച്ച പണവും എത്രയെന്നും അന്വേഷണ പരിധിയിൽ കൊണ്ടുവരണം. പോസ്റ്റ് ഓഫീസ് കേന്ദ്രീകരിച്ചും ശബരിമലയിലുള്ള ബാങ്കുകൾ കേന്ദ്രീകരിച്ചും താൽക്കാലിക ജീവനക്കാർ വരുമാനത്തിൽ കൂടുതൽ പണം ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കുമായി അയച്ചിട്ടുണ്ട്. നോട്ടുകൾ കുങ്കുമവും മഞ്ഞളും കലർന്നതും പുരണ്ടതുമാണെന്ന ബാങ്കിലെ ഉദ്യോഗസ്ഥരുടെയും പോസ്റ്റ് ഓഫീസ് ഉദ്യോഗസ്ഥരുടെയും മൊഴിയും പ്രത്യേക അന്വേഷണ സംഘം ഹൈക്കോടതിയെ ധരിപ്പിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഇത്തരക്കാർ എങ്ങനെ നിയമിക്കപ്പെടുന്നു എന്നും ഇവർ അവിടെ ചെയ്യുന്ന പ്രവൃത്തി എന്താണെന്നും വിശദമായി അന്വേഷിക്കേണ്ടി വരും. സാമ്പത്തിക സ്രോതസ്സും ഏത് തരത്തിലാണ് ഇവർ പണം സമ്പാദിക്കുന്നതെന്നും വിജിലൻസ് ഡയറക്ടറുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘത്തിന് കണ്ടെത്തേണ്ടി വരും. താൽക്കാലിക ഉദ്യോഗസ്ഥരുടെ ഇടപെടൽ സംശയാസ്പദമെന്നാണ് ഹൈക്കോടതി നിരീക്ഷിച്ചിട്ടുള്ളത്. 10 ദിവസത്തിനകം അന്വേഷിച്ച് പ്രാഥമിക റിപ്പോർട്ട് നൽകുവാൻ കോടതി നിർദ്ദേശം നൽകി. ശബരിമല സ്വർണ്ണക്കൊള്ളയ്ക്ക് പുറമെ ശബരിമല കേന്ദ്രീകരിച്ച് നടക്കുന്ന വലിയ സാമ്പത്തിക കൊള്ളയും ഇപ്പോൾ ഹൈക്കോടതിയുടെ അന്വേഷണ പരിധിയിലേക്ക് വരികയാണ്. പല മേഖലകളിൽ നിന്നും താൽക്കാലിക ജീവനക്കാർ പണം സമ്പാദിക്കുന്നുണ്ട്. ഓരോ മണ്ഡല മകരവിളക്ക് കാലം കഴിയുമ്പോഴും ഇത്തരത്തിൽ പണം സമ്പാദിക്കുന്നത് എങ്ങനെയെന്നാണ് ഹൈക്കോടതി ഇപ്പോൾ നിരീക്ഷിച്ചു വരുന്നത്. അമൃത ന്യൂസ്, കൊച്ചി. മുൻപ് നടത്തിയ ശാസ്ത്രീയ പരിശോധനയിൽ തട്ടിപ്പിന്റെ വ്യാപ്തി കണ്ടെത്താൻ കഴിഞ്ഞില്ല. അതിനാൽ SIT വീണ്ടും സന്നിധാനത്തെത്തിയിരിക്കുകയാണ്. ശ്രീകോവിലിന് ചുറ്റുമുള്ള സ്വർണ്ണപ്പാളികളുടെ സാമ്പിൾ ശേഖരിച്ചു തുടങ്ങിയിട്ടുണ്ട്. അടുത്ത 2 ദിവസം സംഘം സന്നിധാനത്തുണ്ടാകും. സ്വർണ്ണക്കൊള്ളക്കേസിൽ വിശദമായ പരിശോധന നടത്താൻ പ്രത്യേക അന്വേഷണ സംഘം തലവൻ S ശശിധരന്റെ നേതൃത്വത്തിലുള്ള സംഘം ഉച്ചയോടെയാണ് പമ്പയിലെത്തിയത്. മലകയറി 4 മണിയോടെ സന്നിധാനത്തെത്തി. കുംഭമാസ പൂജകൾക്കായി നട തുറന്നതിന് പിന്നാലെ പരിശോധന ആരംഭിച്ചു. ശ്രീകോവിലിന് ചുറ്റുമുള്ള സ്വർണ്ണപ്പാളികളുടെ സാമ്പിൾ ശേഖരിക്കുന്നതിന്റെ ഭാഗമായി ആദ്യം സ്വർണ്ണപ്പാളികളുടെ അളവെടുത്തു. ശേഷം ശ്രീകോവിലിലെയും ദ്വാരപാലക ശില്പത്തിലെയും സ്വർണ്ണപ്പാളികൾ സംഘം ഇളക്കി മാറ്റി. ഇവ വിശദമായ പരിശോധനയ്ക്ക് വിധേയമാക്കും. സ്വർണത്തിന്റെ അളവ് കുറഞ്ഞിട്ടുണ്ടോ എന്നതാവും ആദ്യം പരിശോധിക്കുക. പ്രത്യേകം തയ്യാറാക്കിയ മുറിയിലാണ് ഇത് സംബന്ധിച്ച വിവരശേഖരണം നടത്തുന്നത്. മുൻപ് നടത്തിയ പരിശോധനയിൽ തട്ടിപ്പിന്റെ വ്യാപ്തി കണ്ടെത്താൻ കഴിയാതെ വന്നതോടെയാണ്
കൂടുതൽ പരിശോധനയ്ക്ക് ഹൈക്കോടതി അനുമതി നൽകിയത്. അടുത്ത 2 ദിവസം സംഘം സന്നിധാനത്ത് തങ്ങി പരിശോധനകൾ തുടരും. അതേസമയം കുംഭമാസ പൂജകൾക്ക് നട തുറന്നതോടെ നല്ല തിരക്കാണ് ശബരിമലയിൽ അനുഭവപ്പെട്ടത്. ഇന്ന് പ്രത്യേക പൂജകളില്ല. നാളെ കുംഭമാസ പുലരിയിൽ 5 മണിക്ക് നട തുറക്കും. പതിവ് പൂജകൾക്ക് ശേഷം 18ാം പടിയിൽ പടിപൂജ ഉണ്ടാകും. കുംഭമാസ പൂജകൾ പൂർത്തിയാക്കി ഫെബ്രുവരി 17-ന് രാത്രി 10 മണിക്ക് ശബരിമല നട അടയ്ക്കും. അമൃത ന്യൂസ്, പത്തനംതിട്ട. ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് തിരുവാഭരണ മുൻ കമ്മീഷണർ KS ബൈജുവിനും ജാമ്യം കിട്ടി. പക്ഷേ പുറത്തിറങ്ങാനാകില്ല. കാരണം കട്ടിളപ്പാളി കേസിലാണ് കൊല്ലം വിജിലൻസ് കോടതി സ്വാഭാവിക ജാമ്യം അനുവദിച്ചത്. പക്ഷേ ദ്വാരപാലക ശില്പങ്ങളിൽ നിന്നുള്ള സ്വർണ്ണമോഷണവുമായി ബന്ധപ്പെട്ട കേസിൽ റിമാൻഡിലായതിനാൽ കസ്റ്റഡിയിൽ തുടരേണ്ടി വരും. അതേസമയം ദേവസ്വം ബോർഡ് മുൻ അംഗം KP ശങ്കർദാസിനെ 14 ദിവസത്തേക്ക് വീണ്ടും റിമാൻഡ് ചെയ്തു. ആരോഗ്യ പ്രശ്നങ്ങളുള്ളതിനാൽ കോടതിയിൽ നേരിട്ട് ഹാജരാക്കിയില്ല. പ്രതിരോധ മേഖലയിൽ രാജ്യം വിട്ടുവീഴ്ചയ്ക്കില്ല. ഇന്ത്യയുടെ ചരിത്രത്തിൽ പ്രതിരോധ മേഖലയിലെ ഏറ്റവും വലിയ കരാറിന് അനുമതി കിട്ടിയിരിക്കുകയാണ്. വ്യോമസേനയുടെ കരുത്ത് വർദ്ധിപ്പിക്കാൻ 114 റഫാൽ യുദ്ധവിമാനങ്ങൾ വാങ്ങാനാണ് ഒരുങ്ങുന്നത്. 3.25 ലക്ഷം കോടി രൂപയുടെ കരാർ ഫ്രാൻസുമായി നടത്താൻ കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ അധ്യക്ഷതയിൽ ചേർന്ന അക്വിസിഷൻ കൗൺസിൽ അംഗീകാരം നൽകി. അതിർത്തികളിലെ സുരക്ഷ കനത്ത വെല്ലുവിളി നേരിടുന്ന കാലത്ത് ഇന്ത്യ അതിപ്രധാനമായൊരു ചുവടുവയ്പ് നടത്തിയിരിക്കുന്നു. ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ യുദ്ധവിമാന ഇടപാടിനാണ് രാജ്യം സജ്ജമായിരിക്കുന്നത്. ഓപ്പറേഷൻ സിന്ദൂറിലെ നായകൻ എന്നാണ് വ്യോമസേന വൈസ് ചീഫ് എയർ മാർഷൽ നാഗേഷ് കപൂർ റഫേലിനെ വിശേഷിപ്പിച്ചത്. 42 ഫൈറ്റർ സ്ക്വാഡ്രണുകൾ വേണ്ടെടുത്ത് ഇപ്പോൾ 29 എണ്ണം മാത്രമാണുള്ളത്. പുതിയ യുദ്ധവിമാനങ്ങൾ എത്തുന്നതോടെ ഇന്ത്യൻ വ്യോമസേനയുടെ കരുത്ത് 10 മടങ്ങ് വർദ്ധിക്കും. നാവികസേനാ യുദ്ധക്കപ്പലുകളിൽ നിന്ന് പറന്നുയരാൻ ശേഷിയുള്ള 26 റഫേൽ വിമാനങ്ങൾ കൂടി ഇതോടൊപ്പം സ്വന്തമാകും. ഇതോടെ നാവികസേനയുടെ അന്തർവാഹിനി വേധശേഷിയും സമുദ്ര നിരീക്ഷണ ശേഷിയും വർദ്ധിക്കും. 114-ൽ 18 വിമാനങ്ങൾ പറക്കാൻ സജ്ജമായ നിലയിലായിരിക്കും ഫ്രാൻസിൽ നിന്ന് ലഭിക്കുക. ബാക്കിയുള്ളവ ഇന്ത്യയിൽ തദ്ദേശീയമായി നിർമ്മിക്കും. മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിക്ക് ഊർജം പകരുന്നതാണ് ഈ തീരുമാനം. 80% ഇന്ത്യയിൽ നിർമ്മിച്ച ഘടകങ്ങളാണ് വിമാനങ്ങളിൽ ഉപയോഗിക്കുക. ഫ്രഞ്ച് പ്രതിരോധ കമ്പനിയായ ദസോൾട്ട് ഏവിയേഷനാണ് റഫേൽ യുദ്ധവിമാനങ്ങൾ നിർമ്മിക്കുന്നത്. ഈ കമ്പനി ഇന്ത്യൻ സ്വകാര്യ മേഖലയിലെ കമ്പനികളുമായി പങ്കാളികളാകാൻ സാധ്യതയുണ്ട്. ഇത് തദ്ദേശീയമായ വിമാന നിർമ്മാണ ശേഷി വർദ്ധിപ്പിക്കും. റഫേൽ വിമാനങ്ങളുടെ ആഗോള ഉൽപാദന അറ്റകുറ്റപ്പണി കേന്ദ്രമായി ഇതോടെ ഇന്ത്യ മാറും. പുതിയ F4 പതിപ്പ് സാങ്കേതികമായും ഏറെ മുന്നിലാണ്. ഒരേസമയം വ്യോമാക്രമണം, പ്രതിരോധം, നിരീക്ഷണം, ആണവായുധ വിന്യാസം തുടങ്ങി ഒന്നിലധികം ദൗത്യങ്ങൾ നിർവഹിക്കാൻ ഈ വിമാനത്തിന് സാധിക്കും. ഉയർന്ന പ്രദേശങ്ങളിലെ കഠിനമായ തണുപ്പിലും കുറഞ്ഞ വായുസമ്മർദ്ദത്തിലും പ്രവർത്തിക്കാൻ സഹായിക്കും. ഇന്ത്യൻ സാഹചര്യങ്ങൾക്കനുസരിച്ചുള്ള പുതിയ സംവിധാനങ്ങൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ ഈ മാസം അവസാനം ഇന്ത്യ സന്ദർശിക്കാനിരിക്കുകയാണ്. ഇതിനു മുന്നോടിയായാണ് ഡിഫൻസ് അക്വിസിഷൻ കൗൺസിൽ അനുമതി നൽകിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്. ട്രേഡ് യൂണിയനുകൾ ആഹ്വാനം ചെയ്ത ദേശീയ പണിമുടക്ക് സംസ്ഥാനത്ത് പൂർണ്ണം. വിവിധ ജില്ലകളിൽ വാഹനങ്ങൾ തടഞ്ഞത് നേരിയ സംഘർഷമുണ്ടാക്കിയെങ്കിലും തലസ്ഥാനത്ത് പണിമുടക്ക് പൊതുവെ സമാധാനപരമായിരുന്നു. നഗരത്തിൽ CITU-വിന്റെയും INTUC-യുടെയും നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധ പ്രകടനം LDF കൺവീനർ TP രാമകൃഷ്ണനും K മുരളീധരനും ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ നടപടികളിൽ പ്രതിഷേധിച്ചാണ് രാജ്യത്തെ 10ഓളം പ്രതിപക്ഷ സംഘടനകൾ സംയുക്തമായി ദേശീയ പണിമുടക്കിന് ആഹ്വാനം ചെയ്തത്. അർദ്ധരാത്രി ആരംഭിച്ച പണിമുടക്ക് സംസ്ഥാനത്ത് പൂർണ്ണമായിരുന്നു. കടകമ്പോളങ്ങൾ അടഞ്ഞുകിടന്നത് കൂടാതെ സ്വകാര്യ ബസ്സുകളും ഓട്ടോ ടാക്സി തൊഴിലാളികളും പണിമുടക്കി. KSRTC-യും സർവീസ് നടത്തിയില്ല. റെയിൽവേ സ്റ്റേഷനുകളിൽ എത്തിയവരാണ് വാഹനം കിട്ടാതെ വലഞ്ഞത്. ഭയങ്കര ബുദ്ധിമുട്ട്. ഞങ്ങളിവിടെ വന്നിട്ട് ഏകദേശം 1-1.5 മണിക്കൂറായി. ഒരു വണ്ടി ഇതുവരെ പോയിട്ടില്ല. ട്രെയിനിൽ കയറിയതിനു ശേഷം നമുക്ക് ഭക്ഷണമൊന്നും കിട്ടിയില്ല. ഇതുവരെ ഒരു ചായ പോലും കുടിക്കാൻ പറ്റിയില്ല. നമ്മൾ അറിഞ്ഞില്ലായിരുന്നു. എങ്കിൽ നമ്മൾ വീട്ടിൽ നിന്നെങ്കിലും വണ്ടി അറേഞ്ച് ചെയ്ത് തന്നെ. ഇപ്പോൾ വിളിച്ചപ്പോൾ വരത്തില്ല എന്നാണ് പറയുന്നത്. മെഡിക്കൽ കോളേജിലേക്ക് എത്തിയവരെ പോലീസ് വാഹനത്തിലും സേവാഭാരതി ആംബുലൻസിലും ആശുപത്രികളിൽ എത്തിച്ചു. പെട്ടുപോയതാ, സത്യത്തിൽ പെട്ടുപോയതാ. ഹോസ്പിറ്റലിൽ ഡോക്ടറെ കാണാൻ അറിയുമായിരുന്നു, പക്ഷേ ഇത്ര സ്ട്രോങ് ആണെന്ന് അറിയില്ലായിരുന്നു. ഇത്ര പ്രശ്നം ഉണ്ടാവും അറിഞ്ഞില്ല. പണിമുടക്കിന് പിന്തുണ പ്രഖ്യാപിച്ച മന്ത്രി V ശിവൻകുട്ടി ഔദ്യോഗിക വസതിയിൽ നിന്നും കാൽനടയായാണ് പ്രതിഷേധ മാർച്ചിൽ പങ്കെടുക്കാൻ എത്തിയത്. ഔദ്യോഗിക വസതിയിൽ നിന്ന് നടന്ന് ഈ സംയുക്ത സമരസമിതിയുടെ പ്രകടനം ആരംഭിക്കുന്ന മ്യൂസിയം ജംഗ്ഷൻ വരെ നടന്നു വന്ന് അവരോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ഈ സമരത്തിന് എല്ലാവിധ പിന്തുണയും പ്രഖ്യാപിച്ചിരിക്കുകയാണ്.
ഇടത് സംഘടനകളുടെ നേതൃത്വത്തിൽ ലോക് ഭവനിലേക്ക് നടന്ന മാർച്ചും ധർണയും LDF കൺവീനർ TP രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. INTUCയുടെ നേതൃത്വത്തിൽ നഗരത്തിൽ നടന്ന പ്രതിഷേധ പരിപാടി K മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു. KSRTCയിൽ സർവീസ് നടത്താനെത്തിയ തൊഴിലാളികളെ തടഞ്ഞതുകൂടാതെ തിരുവനന്തപുരം ജില്ലയിൽ പണിമുടക്ക് സമാധാനപരമായിരുന്നു. അമൃത ന്യൂസ്, തിരുവനന്തപുരം. പണിമുടക്ക് മധ്യ കേരളത്തിലും പൂർണ്ണം. കൊച്ചിയിൽ സ്വകാര്യ വാഹനങ്ങളും ഓൺലൈൻ ടാക്സി സർവീസുകളും ഒഴികെ മറ്റു വാഹനങ്ങൾ ഓടിയില്ല. കോട്ടയത്തും തൃശൂരിലും ആലപ്പുഴയിലും കടകൾ തുറന്നില്ല. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേന്ദ്ര സർക്കാരിനെതിരെ സംയുക്ത തൊഴിലാളി യൂണിയൻ നടത്തിയ പണിമുടക്കിൽ മധ്യ കേരളം സ്തംഭിച്ചു. തൊഴിലാളി യൂണിയനുകളുടെ സമരത്തോട് പൊതുജനങ്ങളും സഹകരിക്കുന്ന കാഴ്ചയാണ് കൊച്ചിയിൽ കണ്ടത്. രാവിലെ മുതൽ നഗരത്തിലെ നിരത്തുകൾ ഒഴിഞ്ഞുകിടന്നു. സ്വകാര്യ ബസ്സുകളും KSRTCയും സമരത്തിന്റെ ഭാഗമായതോടെ ഗതാഗതം മുടങ്ങി. എന്നാൽ കൊച്ചി മെട്രോയും വാട്ടർ മെട്രോയും ഇന്നും സർവീസ് നടത്തി. നഗരത്തിൽ CITUവിന്റെ നേതൃത്വത്തിൽ തൊഴിലാളികൾ മാർച്ചും ധർണയും നടത്തി. BJP സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം നടന്ന ഏറ്റവും വലിയ സമരമാണ് സംയുക്ത തൊഴിലാളികളുടെ പണിമുടക്കെന്ന് ധർണ ഉദ്ഘാടനം ചെയ്ത CITU അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി എളമരം കരീം അഭിപ്രായപ്പെട്ടു. പണിമുടക്കാനുള്ള തൊഴിലാളികളുടെ അവകാശം ഈ സർക്കാർ ഇല്ലാതാക്കിയെന്നും സമരങ്ങളിലൂടെയാണ് തൊഴിലാളികൾ അവകാശങ്ങൾ നേടിയെടുത്തിട്ടുള്ളതെന്നും അദ്ദേഹം പറഞ്ഞു. കാലോചിതമായി ഈ നാട്ടിലുണ്ടാകുന്ന വികസനത്തിന്റെ അവകാശം, അതിന്റെ ഒരു ഭാഗം അനുഭവിക്കാൻ നമുക്ക് അവകാശമില്ലേ? ഇതിനൊക്കെ വേണ്ടി വരുന്ന പണം ജോലി ചെയ്താൽ മാത്രം ജീവിക്കാൻ കഴിയുന്ന തൊഴിലാളികൾക്ക് കൂലിയല്ലാതെ വേറെ എന്താ വരുമാനം? അപ്പോൾ അതിലൊരു ചെറിയ വർധനവ് വേണം. അതാവശ്യപ്പെട്ട് തൊഴിലുടമകൾ അംഗീകരിക്കുന്നില്ലെങ്കിൽ ഒരു പ്രകടനം നടത്തി, പിറ്റേന്ന് സ്ഥാപനത്തിന് മുമ്പിൽ ഒരു ധർണ നടത്തി, പിന്നെ ഗവൺമെന്റ് ഓഫീസിന് മുമ്പിൽ സമരം നടത്തി, ലേബർ ഡിപ്പാർട്ട്മെന്റിന് നോട്ടീസ് കൊടുത്ത് ഒരു മധ്യസ്ഥ ചർച്ച നടത്തി. ഇങ്ങനെയൊക്കെയാണ് തൊഴിൽ തർക്കം തീർക്കുക. ഇങ്ങനെ കൂട്ടായി വില പേശാനുള്ള തൊഴിലാളികളുടെ അവകാശം ഈ ഗവൺമെന്റ് ഇല്ലാതാക്കി. തൃശൂരിൽ KSRTC ബസ്സുകളൊന്നും സർവീസ് നടത്തിയില്ല. 41 ബസ്സുകൾ പോകേണ്ട ഡിപ്പോയിൽ നിന്നും ഒരു ബസ് പോലും സർവീസ് നടത്തിയില്ല. ദീർഘദൂര യാത്രക്കായി എത്തിയ യാത്രക്കാർ നഗരത്തിൽ വലഞ്ഞു. കോട്ടയത്ത് സ്വകാര്യ സ്ഥാപനങ്ങളും പരിമിതമായി മാത്രമാണ് പണിമുടക്ക് ദിനത്തിൽ തുറന്നു പ്രവർത്തിക്കുന്നത്. സർക്കാർ ഓഫീസുകളിൽ ചുരുക്കം ജീവനക്കാർ മാത്രമാണ് ഇന്ന് എത്തിയത്. അമൃത ന്യൂസ്, കൊച്ചി. കോഴിക്കോട് പുതിയങ്ങാടിയിൽ സമരാനുകൂലികൾ സ്കൂൾ അടപ്പിച്ചു. പുതിയങ്ങാടി GMUP സ്കൂളാണ് അടപ്പിച്ചത്. ക്ലാസ്സിൽ കയറിയ അധ്യാപകരെ പുറത്താക്കിയത് സംഘർഷത്തിനിടയാക്കി. തുടർന്ന് പ്രതിഷേധവുമായി അധ്യാപകർ രംഗത്തെത്തി. ഏകദേശം 13ഓളം അധ്യാപകർ ജോലിക്കെത്തിയിരുന്നു. സമരക്കാർ ഇവരെ തടഞ്ഞതോടെ സ്ഥലത്ത് സംഘർഷാവസ്ഥയായി. അധ്യാപകർ ഗേറ്റിന് മുൻപിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെ രാജ്യത്തെ തൊഴിലാളി സംഘടനകൾ ആഹ്വാനം ചെയ്ത ദേശീയ പണിമുടക്ക് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ ജനജീവിതത്തെ കാര്യമായി ബാധിച്ചില്ല. പഞ്ചാബും ഒഡീഷയും ഡൽഹിയും അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ വിവിധ തൊഴിലാളി സംഘടനകളുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തി. തൊഴിലാളി വിരുദ്ധ നടപടികൾ മോദി സർക്കാർ ഓരോ ദിവസവും ശക്തിപ്പെടുത്തുന്നുവെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മലപ്പുറം കോട്ടയ്ക്കലിൽ നടന്ന തൊഴിലാളികളുടെ പ്രതിഷേധ പ്രകടനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 29 നിയമവ്യവസ്ഥകൾ ഉൾക്കൊള്ളുന്ന തൊഴിലാളി വർഗം നേടിയ അതിശക്തിയായ സമരത്തിൻ്റെയും പോരാട്ടത്തിൻ്റെയും ഭാഗമായിട്ടുണ്ടായ തൊഴിലാളി നിയമങ്ങളെല്ലാം വളരെ ചുരുക്കത്തിൽ ചേർത്ത് തൊഴിലാളി വർഗ പോരാട്ടങ്ങളെയും സമരങ്ങളെയും അതിൻ്റെ നിലനിൽപ്പിനെയും ചോദ്യം ചെയ്യുന്ന രീതിയിൽ 4 ലേബർ കോഡുകളാക്കി മാറ്റിയിരിക്കുകയാണ്. കേരള സർവകലാശാല യൂണിയന് തുടരാമെന്ന ഹൈക്കോടതി ഉത്തരവ്. കാലാവധി പൂർത്തിയാകുന്നതുവരെ തുടരാമെന്ന് വ്യക്തമാക്കിയ ഹൈക്കോടതി സർവകലാശാല ഫണ്ട് അനുവദിച്ച് 2 പരിപാടികൾ നടത്താനും അനുമതി നൽകി. യൂണിയൻ നടപടികൾ മരവിപ്പിച്ച വിസിയുടെ നടപടിക്കെതിരെ സർവകലാശാല യൂണിയൻ നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതിയുടെ നടപടി. കേരള സർവകലാശാല യൂണിയൻ അടിയന്തരമായി പിരിച്ചുവിട്ട വൈസ് ചാൻസലറുടെ നടപടിയാണ് ഹൈക്കോടതി തടഞ്ഞത്. വൈസ് ചാൻസലർ കാലാവധി തീരും മുമ്പെയാണ് നടപടിയെടുത്തതെന്ന് ചൂണ്ടിക്കാട്ടി സർവകലാശാല യൂണിയനാണ് ഹൈക്കോടതിയെ സമീപിച്ചത്. സർവകലാശാല അനുവദിച്ചിട്ടുള്ള 2 ഫണ്ടും ഉപയോഗിക്കാനും ഹൈക്കോടതി യൂണിയന് അനുവാദം നൽകി. വൈസ് ചാൻസലർ യൂണിയൻ അംഗങ്ങളുടെ തർക്കങ്ങൾ കയ്യാങ്കളിയിലെത്തുന്ന ഒരവസ്ഥയിലായിരുന്നു യൂണിയൻ തന്നെ പിരിച്ചുവിട്ടുകൊണ്ടുള്ള വൈസ് ചാൻസലറുടെ നടപടി. കാലാവധി തീർന്നു എന്ന് ചൂണ്ടിക്കാട്ടിയാണ് വൈസ് ചാൻസലർ യൂണിയൻ തന്നെ പിരിച്ചുവിട്ടത്. നടപടിക്രമങ്ങളിലെ അപാകത ചൂണ്ടിക്കാട്ടിയാണ് യൂണിയൻ ഹൈക്കോടതിയെ സമീപിച്ചത്. വൈസ് ചാൻസലറുടെ നടപടി തടയുകയും യൂണിയന് തുടരാമെന്നും ഹൈക്കോടതി അനുവദിച്ചു. സർവകലാശാല യൂണിയന്റെ ഹർജിയിലെ ഇടക്കാല ഉത്തരവായിട്ടാണ് ഹൈക്കോടതി യൂണിയന് തുടരാൻ അനുവാദം നൽകിയത്. കോടതി ഉത്തരവ് വൈസ് ചാൻസലർക്ക് തിരിച്ചടിയായി. അമൃത ന്യൂസ്, കൊച്ചി.
ഹൈക്കോടതി സ്റ്റേക്ക് പിന്നാലെ കേരള സർവകലാശാല VC മോഹനൻ കുന്നുമ്മലിന്റെ വസതിയിലേക്ക് SFI മാർച്ച് നടത്തി. VCയുടെ മതിലിൽ പ്രവർത്തകർ പ്രതിഷേധ പോസ്റ്റർ ഒട്ടിച്ചു. VC യൂണിയനെ റദ്ദാക്കി, VCയെ ഹൈക്കോടതി റദ്ദാക്കിയെന്ന് പോസ്റ്ററിൽ പറയുന്നു. പോസ്റ്റർ ഒട്ടിക്കാൻ ശ്രമിച്ചതോടെ പോലീസും പ്രവർത്തകരും തമ്മിൽ സംഘർഷമുണ്ടായി. നരവനയുടെ പുസ്തകമാണ് ഇപ്പോൾ പാർലമെന്റിലെ ചർച്ചാ വിഷയം. പുസ്തകം ഉയർത്തിക്കാട്ടി ചോദ്യങ്ങൾ ഉന്നയിച്ച രാഹുൽ ഗാന്ധിയെ അയോഗ്യനാക്കാനുള്ള നടപടികളിലാണ് BJP. രാജ്യത്തെ തകർക്കുക എന്ന ഉദ്ദേശത്തോടെ രാഹുലിന് ആരാണ് ധനസഹായം നൽകുന്നതെന്നും എവിടെ നിന്നാണ് പ്രസിദ്ധീകരിക്കാത്ത പുസ്തകം രാഹുലിന് കിട്ടിയതെന്നും BJP ചോദിക്കുന്നു. ഭീഷണി വില പോകില്ല എന്നാണ് കോൺഗ്രസ് പക്ഷം. വിവാദത്തിൽ പെൻഗ്വിൻ ബുക്സ് അധികൃതരെ പോലീസ് ഇന്ന് ചോദ്യം ചെയ്തു. രാഹുൽ ഗാന്ധിയെ അയോഗ്യനാക്കണമെന്ന് BJP MP നിഷികാന്ത് ദുബെയാണ് സഭയിൽ നോട്ടീസ് നൽകിയത്. ഇന്നലെ രാഹുൽ ഗാന്ധി സഭയിൽ നടത്തിയ പ്രസംഗത്തെ തുടർന്നാണ് ഈ നീക്കം. കേന്ദ്ര സർക്കാർ ദേശീയ താൽപര്യങ്ങൾ അടിയറവ് വയ്ക്കുന്നുവെന്ന് രാഹുൽ ഗാന്ധി പ്രസംഗത്തിൽ ആരോപിച്ചിരുന്നു. അതേസമയം രാജ്യത്തെ തകർക്കുക എന്ന ഉദ്ദേശത്തോടെ രാഹുലിന് ആരാണ് ധനസഹായം നൽകുന്നതെന്നും എവിടെ നിന്നാണ് പ്രസിദ്ധീകരിക്കാത്ത മുൻ സൈനിക മേധാവി ജനറൽ MM നരവനയുടെ പുസ്തകം രാഹുലിന് ലഭിച്ചതെന്നും ചോദിച്ച BJP MP നിഷികാന്ത് ദുബെ രാഹുൽ ഗാന്ധിയുടെ ലോക്സഭാ അംഗത്വം എടുത്തുമാറ്റണമെന്നും ആവശ്യപ്പെട്ടു. ഇതാദ്യമായല്ല രാഹുൽ സർക്കാരിനെ അപകീർത്തിപ്പെടുത്തുവാൻ ഇത്തരം വിവാദങ്ങൾ ഉണ്ടാക്കുന്നതെന്ന് ദുബെ ആരോപിച്ചു. പ്രതിരോധം, ധനകാര്യം, വാണിജ്യം, വിദേശകാര്യം തുടങ്ങിയ മേഖലകളെക്കുറിച്ച് അവാസ്തവമായ കാര്യങ്ങൾ ഉൾപ്പെടുത്തി പൊതുജനങ്ങൾക്ക് മുന്നിൽ പാർലമെന്റിനെ നാണം കെടുത്താൻ രാഹുൽ ശ്രമിക്കുകയാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. ഭീഷണി വിലപ്പോവില്ലെന്ന് പ്രിയങ്ക ഗാന്ധി വിമർശിച്ചു. അതേസമയം കഴിഞ്ഞ ദിവസം സഭയിൽ എപ്സ്റ്റീൻ ഫയലുകളെക്കുറിച്ചുള്ള രാഹുലിന്റെ പ്രസ്താവനയും ഏറെ വിവാദമായിരുന്നു. കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗിന്റെ പേര് എപ്സ്റ്റീൻ ഫയലിലുണ്ടെന്ന് ആരോപിച്ചായിരുന്നു രാഹുൽ ഭരണപക്ഷത്തെ ബജറ്റ് സമ്മേളനത്തിൽ കടന്നാക്രമിച്ചത്. MM നരവനയുടെ പ്രസിദ്ധീകരിക്കാത്ത പുസ്തകത്തിലെ ഉള്ളടക്കം സഭയിൽ വായിച്ചതടക്കമുള്ള വിഷയങ്ങളിൽ രാഹുലുമായി ഭരണപക്ഷം ഏറ്റുമുട്ടിയിരുന്നു. ഇതിനിടെ പുസ്തക വിവാദവുമായി ബന്ധപ്പെട്ട് പെൻഗ്വിൻ ബുക്സ് അധികൃതരെ പോലീസ് ചോദ്യം ചെയ്തു. അതേസമയം നരവനയുടെ പുസ്തക വിവാദത്തിന് പിന്നാലെ പുതിയ നീക്കവുമായി കേന്ദ്ര പ്രതിരോധ മന്ത്രാലയം രംഗത്ത് വന്നു. പ്രതിരോധ സേനകളിലെ വിരമിച്ച ഉദ്യോഗസ്ഥർക്കും നിലവിൽ സേവനം അനുഷ്ഠിക്കുന്നവർക്കും പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുന്നതിന് പുതിയ ചട്ടക്കൂട് നിർബന്ധമാക്കാനാണ് തീരുമാനം. ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്. പണപ്പെരുപ്പ നിരക്ക് ചരിത്രത്തിലെ ഏറ്റവും താഴ്ന്ന നിലയിലെന്നും വളർച്ചാ നിരക്ക് ഏറ്റവും ഉയർന്ന നിലയിലെന്നും ധനമന്ത്രി നിർമ്മല സീതാരാമൻ. തൊഴിലില്ലായ്മയിൽ വൻ കുറവെന്നും വനിതകളുടെ തൊഴിൽ പങ്കാളിത്തം ഇരട്ടിയായെന്നും ധനമന്ത്രി അവകാശപ്പെട്ടു. പാർലമെന്റിൽ ബജറ്റ് ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു ധനമന്ത്രി നിർമ്മല സീതാരാമൻ. അതേസമയം ഇന്ത്യ-US വ്യാപാര കരാറിനെതിരെ പ്രതിപക്ഷ MPമാർ പാർലമെന്റിന് ഉള്ളിലും പുറത്തും പ്രതിഷേധിച്ചു. US-ഉമായുള്ള വ്യാപാര കരാർ സമ്പൂർണ്ണ പരാജയമാണെന്നും സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് കരാറിൽ ഏർപ്പെട്ടതെന്ന ആരോപണം പാർലമെന്റിൽ കോൺഗ്രസ് ഉയർത്തി. ഈ വർഷത്തെ ബജറ്റിൽ പ്രശംസിക്കാൻ ഒന്നുമില്ലെന്നാണ് ബജറ്റ് സെഷനിൽ കോൺഗ്രസ് MP രാജീവ് ശുക്ലയുടെ വിമർശനം. ബജറ്റ് അവതരണത്തിന് ശേഷമാണ് US-ഉമായി കരാർ ഒപ്പിട്ടത്. അതിനാൽ പുതിയ ബജറ്റ് അവതരിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ടു. അതിനിടെ രാജ്യത്തിന്റെ വളർച്ചയെക്കുറിച്ചും US വ്യാപാര കരാറിനെ പരാമർശിച്ചും ധനമന്ത്രി നിർമ്മല സീതാരാമൻ സഭയിൽ മറുപടി നൽകി. അമേരിക്കയിലെയും ബ്രിട്ടനിലെയും അപേക്ഷിച്ച് വളരെ താഴ്ന്ന നിരക്കിലാണ് ഇന്ത്യയിലെ വിലക്കയറ്റമെന്നും റിസർവ് ബാങ്കുമായി സഹകരിച്ചാണ് പണപ്പെരുപ്പം പിടിച്ചു നിർത്തുന്നതെന്നും ധനമന്ത്രി വ്യക്തമാക്കി. തൊഴിലില്ലായ്മയും കുറഞ്ഞിട്ടുണ്ട്. ഒരൊറ്റ പാദത്തിൽ തന്നെ 56.24 കോടി ജനങ്ങൾക്ക് തൊഴിൽ നൽകി. ഉൽപാദന മേഖലയിലാണ് ഏറ്റവും കൂടുതൽ തൊഴിൽ വളർച്ച. വനിതാ തൊഴിൽ പങ്കാളിത്തം ഒരു വർഷത്തിനിടെ ഇരട്ടിയായെന്നും നിർമ്മല രാജ്യസഭയിൽ പറഞ്ഞു. അതേസമയം ഇന്ത്യ-US വ്യാപാര കരാർ ട്രാപ്പ് ഡീൽ എന്ന് വിശേഷിപ്പിച്ചാണ് പ്രതിപക്ഷ MPമാർ പാർലമെന്റിൽ പ്രതിഷേധിച്ചത്. പിരിച്ചെടുക്കുന്ന നികുതിയുടെ 41% സംസ്ഥാനങ്ങൾക്ക് നൽകണമെന്ന ധനകാര്യ കമ്മീഷന്റെ ശുപാർശ കൃത്യമായി പാലിക്കുന്നതായി ധനമന്ത്രി നിർമ്മല സീതാരാമൻ ബജറ്റ് സമ്മേളന ചർച്ചയിൽ പറഞ്ഞു. ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്. കരസേനാ മുൻ മേധാവിയുടെ പുസ്തകം ചോർന്നതിൽ പെൻഗ്വിൻ ബുക്സ് അധികൃതരെ ചോദ്യം ചെയ്തു. ചില കോപ്പികൾ നേരത്തെ അച്ചടിച്ചിരുന്നതായി ഇത് കുറച്ചു പേർക്ക് കൈമാറിയെന്നും പോലീസ് വ്യക്തമാക്കുന്നു. പുസ്തക വിവാദത്തിന് പിന്നാലെ കേന്ദ്ര പ്രതിരോധ മന്ത്രാലയം ഏകീകൃത നിയമാവലി തയ്യാറാക്കുന്നു എന്നാണ് റിപ്പോർട്ട്. ഇതിനായി മന്ത്രാലയത്തിലെ ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗം കഴിഞ്ഞ ദിവസം ചേർന്നു. പ്രതിരോധ സേനകളിലെ വിരമിച്ച ഉദ്യോഗസ്ഥർക്കും നിലവിൽ സേവനമനുഷ്ഠിക്കുന്നവർക്കും പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുന്നതിന് പുതിയ ചട്ടക്കൂട് കൊണ്ടുവരാനാണ് നീക്കം. ബംഗ്ലാദേശ് പൊതുതെരഞ്ഞെടുപ്പിൽ ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി മുന്നിൽ 86 സീറ്റുകളിൽ ലീഡ് ചെയ്യുന്നു. ജമാഅത്തെ ഇസ്ലാമി സഖ്യം 23 ഇടത്താണ് ലീഡ് ചെയ്യുന്നത്. താരിഖ് റഹ്മാന്റെ നേതൃത്വത്തിലുള്ള ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടിയും ജമാഅത്തെ ഇസ്ലാമിയുടെ നേതൃത്വത്തിലുള്ള 11 പാർട്ടികളുടെ സഖ്യവും തമ്മിലാണ് പ്രധാന പോരാട്ടം നടക്കുന്നത്. 2024 ഓഗസ്റ്റിലുണ്ടായ വിദ്യാർത്ഥി പ്രക്ഷോഭത്തെ തുടർന്ന് ഷെയ്ഖ് ഹസീന സർക്കാർ പുറത്തായ ശേഷമുള്ള ആദ്യ തെരഞ്ഞെടുപ്പാണിത്. പാർലമെന്റിലെ 300 സീറ്റുകളിലേക്കായി 1981 സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുള്ളത്. തെരഞ്ഞെടുപ്പിനിടെ പലയിടത്തും അക്രമങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. ഗോപാൽഗഞ്ച്, മുൻഷിഗഞ്ച് എന്നിവിടങ്ങളിൽ ബോംബ് സ്ഫോടനങ്ങൾ ഉണ്ടായതായി റിപ്പോർട്ടുകളുണ്ട്.
ഉത്തര കൊറിയൻ ഭരണാധികാരി കിം ജോങ് ഉൻ തന്റെ മകളെ പിൻഗാമിയായി തെരഞ്ഞെടുത്തുവെന്ന റിപ്പോർട്ട്. 13 വയസ്സുള്ള മകൾ കിം ജു കഴിഞ്ഞ ഏതാനും മാസങ്ങളായി ഔദ്യോഗിക പരിപാടികളിൽ പിതാവിനൊപ്പം പ്രത്യക്ഷപ്പെടുന്നുണ്ട്. ഈയിടെ ബെയ്ജിങ്ങിൽ നടന്ന സൈനിക പരേഡിൽ പിതാവിനോടൊപ്പം കിം ജുവും പങ്കെടുത്തിരുന്നു. കിമ്മിന് ഒരു മൂത്ത മകനുണ്ടെന്ന് പറയപ്പെടുന്നുണ്ടെങ്കിലും കിം ജുയെ മാത്രമാണ് ലോകത്തിന് മുന്നിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. ഉത്തര കൊറിയയിൽ ഒരു പെൺകുട്ടിയെ പിൻഗാമിയായി പ്രഖ്യാപിക്കുന്നത് വലിയ മാറ്റമായാണ് നിരീക്ഷകർ കാണുന്നത്. ഈ മാസം അവസാനം നടക്കാനിരിക്കുന്ന പാർട്ടി കോൺഗ്രസിൽ ജുയെ പങ്കെടുക്കുമോ എന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത്. ഏറ്റവും പുതിയ വാർത്ത, 2020 ലോകകപ്പിൽ ഇന്ത്യ ജയിച്ചിരിക്കുന്നു എന്നുള്ള വാർത്തകളാണ് ഈ ഒരു നിമിഷത്തിൽ പറയാനായിട്ടുള്ളത്. 93 റൺസിന്റെ വിജയമാണ് ഇന്ത്യക്ക്. ഇഷാൻ കിഷനും ഹാർദിക് പാണ്ഡ്യയ്ക്കും അർദ്ധ സെഞ്ചുറിയാണ്. ഇവരുടെ കരുത്തിൽ തന്നെയാണ് ഇന്ത്യ ജയം സ്വന്തമാക്കിയത്. ഓപ്പണറായി ഇറങ്ങിയ സഞ്ജു സാംസൺ 22 റൺസിന് പുറത്തായി. അഭിഷേക് ശർമ്മയ്ക്ക് പകരമായാണ് സഞ്ജു സാംസൺ ടീമിലെത്തിയത്. വരുൺ ചക്രവർത്തിക്കാണ് 3 വിക്കറ്റുകൾ ലഭിച്ചത്. ഹാർദിക് പാണ്ഡ്യയും അക്സർ പട്ടേലും 2 വിക്കറ്റുകൾ വീതം നേടി. പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ആദ്യ ബലാത്സംഗ കേസിൽ ഹൈക്കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചു. ഇതോടെ രാഹുലിന് 3 കേസുകളിലും ജാമ്യം ലഭിച്ചു. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള ആദ്യ ബലാത്സംഗ കേസിലാണ് ഹൈക്കോടതി ഇപ്പോൾ മുൻകൂർ ജാമ്യം അനുവദിച്ചത്. മുൻപ് ഹർജി പരിഗണിച്ചപ്പോൾ രാഹുലിന്റെ അറസ്റ്റ് കോടതി തടഞ്ഞിരുന്നു. ഇതേ കേസിൽ സെഷൻസ് കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതിനെ തുടർന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഹൈക്കോടതിയെ സമീപിച്ചത്. ഉഭയകക്ഷി സമ്മതപ്രകാരമുള്ള ലൈംഗിക ബന്ധം ബലാത്സംഗമായി കണക്കാക്കാനാവില്ലെന്ന് ഹൈക്കോടതി വിലയിരുത്തി. ജാമ്യം നൽകുന്നതിനെ പരാതിക്കാരി എതിർത്തെങ്കിലും പരാതിക്കാരിയുടെ വാദങ്ങളൊന്നും ഹൈക്കോടതി മുഖവിലക്കെടുത്തില്ല. പരസ്പര സമ്മതപ്രകാരമുള്ള ബന്ധമാണെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ കോടതിയിൽ ഹാജരാക്കിയ ചാറ്റുകളും സന്ദേശങ്ങളും തെളിയിച്ചിരുന്നു. ഇത്തരം കേസുകളിൽ ബലാത്സംഗ കുറ്റം നിലനിൽക്കില്ലെന്ന് കോടതി ചൂണ്ടിക്കാട്ടി. പാസ്പോർട്ട് കെട്ടിവെക്കണമെന്നും അന്വേഷണ ഉദ്യോഗസ്ഥൻ ആവശ്യപ്പെടുമ്പോൾ ഹാജരാകണമെന്നും അന്വേഷണവുമായി സഹകരിക്കണമെന്നും വ്യവസ്ഥ ചെയ്തുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിന് ഹൈക്കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചത്. പോലീസ് രാഹുലിനെ കസ്റ്റഡിയിൽ എടുക്കുകയാണെങ്കിലും ചോദ്യം ചെയ്ത ശേഷം ആവശ്യമായ തെളിവുകൾ ശേഖരിച്ച് വിട്ടയക്കണം. ഇതോടെ 3 കേസുകളിലും രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം ലഭിച്ചു. അമൃത ന്യൂസ്, കൊച്ചി. തിരുവല്ലയിലെ സ്പായിൽ യുവതി കൂട്ടബലാത്സംഗത്തിനിരയായ സംഭവത്തിൽ പുതിയ വെളിപ്പെടുത്തലുമായി പോലീസ്. കേസിൽ പിടിയിലായ 6 പ്രതികളെയും കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ സ്പായിൽ നടന്നത് കൊട്ടേഷൻ അല്ലെന്നും ലക്ഷ്യം ഗുണ്ടാപിരിവായിരുന്നുവെന്നും സംഭവത്തിൽ 7ാമതൊരാൾ കൂടി കുറ്റകൃത്യത്തിൽ പങ്കാളിയാണെന്നുമാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ഫെബ്രുവരി 1-ാം തീയതിയാണ് തിരുവല്ലയിലെ സ്പായിൽ ജീവനക്കാരി ക്രൂരബലാത്സംഗത്തിനിരയായത്. സംഭവത്തിൽ പോലീസ് കേസെടുത്തതിന് പിന്നാലെ നടന്നത് കൊട്ടേഷനാണെന്ന ആരോപണവുമായി സ്പാ ഉടമ രംഗത്തെത്തിയിരുന്നു. നിലവിൽ 6 പ്രതികളും പോലീസ് കസ്റ്റഡിയിലായതോടെയാണ് നിർണായക കണ്ടെത്തലുകളുണ്ടായത്. സംഭവത്തിന് പിന്നിൽ കൊട്ടേഷനല്ലെന്ന് വ്യക്തമാക്കിയ പോലീസ് പ്രതികളെത്തിയത് ഗുണ്ടാപിരിവിന് തന്നെയെന്നും കൂട്ടിച്ചേർക്കുന്നു. 50,000 രൂപയാണ് പ്രതികൾ ആവശ്യപ്പെട്ടത്. പണം നൽകാതെ വന്നതോടെയാണ് ജീവനക്കാരിയെ ബലാത്സംഗത്തിനിരയാക്കിയത്. കേസിൽ ഒരാളെ കൂടി പ്രതി ചേർത്തിട്ടുണ്ട്. പോലീസ് നടത്തിയ CCTV ദൃശ്യങ്ങളുടെ വിശദമായ പരിശോധനയിലാണ് 7ാമതൊരാൾ കൂടി കുറ്റകൃത്യത്തിൽ പങ്കാളിയാണെന്ന് വ്യക്തമായത്. മുഖ്യപ്രതി മരണസുബിനെ ചോദ്യം ചെയ്തതിൽ നിന്നും മറ്റ് കൂട്ടാളികളെക്കുറിച്ചുള്ള നിർണായക വിവരങ്ങളും പോലീസിന് ലഭിച്ചിരുന്നു. ഒളിവിലുള്ള ഈ 7ാം പ്രതിക്കായി പോലീസ് അന്വേഷണം ഊർജിതമാക്കി. ഒപ്പം സ്പാകളിൽ നിന്ന് മാസപ്പടി വാങ്ങൽ, ഗുണ്ടാസംഘങ്ങളുമായുള്ള ബന്ധം എന്നിവയിൽ തിരുവല്ല സ്റ്റേഷനിലെ ചില പോലീസുകാർക്കെതിരായ ആക്ഷേപത്തിൽ വകുപ്പുതല പരിശോധനയും നടക്കുന്നുണ്ട്. അമൃത ന്യൂസ്, പത്തനംതിട്ട. ബിവറേജസ് കോർപ്പറേഷൻ പുതിയതായി ഇറക്കുന്ന മദ്യത്തിന് പേര് നിർദ്ദേശിച്ചാൽ സമ്മാനം ലഭിക്കുമെന്ന പരസ്യം ഹൈക്കോടതി സ്റ്റേ ചെയ്തു. ഈ മാസം 21-ന് 10,000 രൂപ സമ്മാനം നൽകും എന്നായിരുന്നു പരസ്യം. ഇതിനെതിരെ നൽകിയ പൊതു താൽപര്യ ഹർജിയിലാണ് ചീഫ് ജസ്റ്റിസ് സൗമൻസൻ, ജസ്റ്റിസ് VM ശ്യാംകുമാർ എന്നിവരടങ്ങിയ ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവ്. സമ്മാന പ്രഖ്യാപനം നടത്തിയിട്ടില്ല എന്നാണ് ബിവറേജസ് കോർപ്പറേഷന്റെ നിലപാട്. സർക്കാർ ഇത് സംബന്ധിച്ച വിജ്ഞാപനമൊന്നും ഇറക്കിയിട്ടില്ല എന്നും ബെവ്കോ വിശദീകരിച്ചു. തൊണ്ടിമുതൽ കേസിൽ മുൻ മന്ത്രി ആന്റണി രാജു നൽകിയ അപ്പീൽ ഹർജിയിൽ വിധി പറയുന്നത് തിങ്കളാഴ്ചത്തേക്ക് മാറ്റി. തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതിയാണ് കേസ് പരിഗണിക്കുന്നത്. ഇന്ന് കേസിൽ വിധി വരുമെന്ന് നേരത്തെ പ്രതീക്ഷിച്ചിരുന്നുവെങ്കിലും കോടതി നടപടികൾ തിങ്കളാഴ്ചത്തേക്ക് മാറ്റിവെക്കുകയായിരുന്നു. കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയ വിധിയും ശിക്ഷാവിധിയും റദ്ദാക്കണമെന്നാണ് ആന്റണി രാജുവിന്റെ ആവശ്യം. മജിസ്ട്രേറ്റ് കോടതി ഉത്തരവ് റദ്ദാക്കിയാൽ ആന്റണി രാജുവിന് MLA ആയി തിരികെ എത്താം. അഭിഭാഷകനായിരിക്കെ തൊണ്ടിമുതലായ അടിവസ്ത്രത്തിൽ കൃത്രിമം നടത്തിയ കേസിലാണ് ആന്റണി രാജുവിനെ 3 വർഷത്തേക്ക് ശിക്ഷിച്ചത്.
അന്താരാഷ്ട്ര അക്കാദമിക് സഹകരണവും ഗവേഷണ മികവും ശക്തിപ്പെടുത്തുന്നതിനായി സംഘടിപ്പിച്ച സ്പാർക്ക് ഇന്റർനാഷണൽ സിംപോസിയം അമൃത സർവകലാശാലയുടെ അമൃതപുരി ക്യാമ്പസിൽ സമാപിച്ചു. അമൃത സ്കൂൾ ഓഫ് ബയോടെക്നോളജി, IIT ഖരഗ്പൂർ, IIT കാൺപൂർ, മെൽബൺ സർവകലാശാല എന്നിവയുടെ സഹകരണത്തോടെയാണ് സിംപോസിയം സംഘടിപ്പിച്ചത്. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ സ്കീം ഫോർ പ്രൊമോഷൻ ഓഫ് അക്കാദമിക് ആൻഡ് റിസർച്ച് കൊളാബറേഷൻ പദ്ധതിയുടെ ഭാഗമായാണ് അന്താരാഷ്ട്ര സിംപോസിയം നടന്നത്. പ്രമുഖ സർവകലാശാലകളുമായുള്ള കൂട്ടായ്മയിലൂടെ ഗവേഷണ നിലവാരം ഉയർത്തുകയും ആഗോള നിലവാരത്തിലുള്ള അക്കാദമിക് പങ്കാളിത്തം സൃഷ്ടിക്കുകയുമാണ് പദ്ധതിയുടെ ലക്ഷ്യം. സമാപന ചടങ്ങിൽ IIT കാൺപൂർ കെമിസ്ട്രി വിഭാഗം പ്രൊഫസർ ഡോക്ടർ സന്ദീപ് വർമ്മ, മെൽബൺ സർവകലാശാല മൈക്രോബയോളജി ആൻഡ് ഇമ്മ്യൂണോളജി വിഭാഗം പ്രൊഫസർ ഡോക്ടർ റിച്ചാർഡ് സ്ട്രക്നൽ, അമൃത സർവകലാശാല ലൈഫ് സയൻസസ് വിഭാഗം ഡീൻ ഡോക്ടർ ബിപിൻ ജി നായർ എന്നിവർ സംസാരിച്ചു. അമൃത സർവകലാശാലയുടെ മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസവും സാമൂഹിക പ്രതിബദ്ധതയും, IIT കാൺപൂരിന്റെ അക്കാദമിക് മികവും സാങ്കേതിക നവീകരണങ്ങളും, മെൽബൺ സർവകലാശാലയുടെ ആഗോള ഗവേഷണ മികവും കാഴ്ചപ്പാടും ഒന്നിച്ചു ചേർന്ന ശക്തമായ കൂട്ടായ്മയാണ് സ്പാർക്ക് പദ്ധതിയിലൂടെ രൂപപ്പെട്ടതെന്ന് ഡോക്ടർ ബിപിൻ ജി നായർ അഭിപ്രായപ്പെട്ടു. പരസ്പര പൂരകമായ ഈ സവിശേഷതകൾ പങ്കാളികളായ എല്ലാവർക്കും പ്രയോജനകരമായ ഒരു ഗവേഷണ അന്തരീക്ഷം സൃഷ്ടിക്കുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. 3 ദിവസങ്ങളിലായി 6 സെഷനുകളിലായി നടന്ന സിംപോസിയത്തിൽ മെൽബൺ സർവകലാശാല, വിവിധ IITകൾ, ഡൽഹി സർവകലാശാല എന്നിവിടങ്ങളിൽ നിന്നുള്ള 30-ലധികം വിദഗ്ധർ പങ്കെടുത്തു. സിംപോസിയത്തിന്റെ ഭാഗമായി പോസ്റ്റർ പ്രദർശനങ്ങളും പ്രഭാഷണ പരമ്പരകളും അമൃതപുരി ക്യാമ്പസിൽ നടന്നു. അമൃത ന്യൂസ്, കൊല്ലം.